നീ മൂപ്പന്മാരുടെ ചോര കുടിക്കുമല്ലേ? നിന്റെ കബറടക്കം ഈ അടിമത്താവളത്തിലാണ് ഓർമ്മിച്ചോ? എന്റെ ബാപ്പ് വിചാരിച്ചാലും നമ്മളെ കാണാൻ പറ്റില്ലടാ. എടാ, അടിച്ചു കൊല്ലില്ല അവനെ. എടാ, അടിമക്കൻ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ അവരെ മതയാനെ കെട്ടുന്ന ശങ്കലേട്ടളയ്ക്കും. ഏതായാലും വലിയ മൂപ്പൻ തക്ക സമയത്ത് മലയോർത്ത് വന്നില്ലായിരുന്നെങ്കിൽ അടിമക്കണ്ട് പലരുടെയും ഈ ശങ്കലിൽ വെച്ചാല്. അടിമക്കണ്ണ് നമ്മളോട് മാപ്പ് പറയണവരേക്കും അവനെ പട്ടിണിക്കിടാനാണ് നമ്മൾ ചട്ടം കെട്ടിയിരിക്കുന്നത്. മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി മുതലാളി അങ്ങോട്ടേക്ക് പോവുകയാണോ അതോ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒരു തേകരച്ച് എഴുതി കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച. പായരപ്പാളി, കൊല്ലങ്ങളായി തടുപ്പത്താവളം വെച്ച് പണം ഉണ്ടാക്കുന്നവരാടാ നമ്മള്. ഈ ഇബ്രാഹിം ഇതുവരേക്ക് ഒരു വിദേശിനെയും പേടിച്ചിട്ടില്ല. പേടി മുതലാളിക്കല്ല, ഞമ്മക്ക. മുതലാളി കുറച്ചുനാൾ കൂടി ഉശിരോടെ ഇരുന്നില്ലെങ്കിൽ ഞമ്മടെ കഞ്ഞൂടി മുട്ടുമെന്ന് വിചാരിച്ച. അലാക്കെ, നീ സർവാധികാരി ചെമ്പരാമ്പിൾ അങ്ങനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടേ, അയാളല്ലയോ മുതലാളിക്ക് അടിമത്താവളം പതിച്ചു തന്നിരിക്കണത്. അതേടാ, ഏതെങ്കിലും ഒരു അടിമ കുഴപ്പമുണ്ടാക്കിയാല് അവനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരവും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ പോലും പറയാതെ നമ്മൾ ലാഭത്തിന്റെ പാതി ചെമ്പരാമ്പിൾ അംഗത്തിന് നമ്മൾ കൊടുക്കുന്നത്. എന്താ പോലെ ഉമ്മായുള്ളപ്പോ താവളത്തിലെ അടിമകൾക്ക് പെരുന്നാളിന് നെയ്ച്ചോറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു. അതിനെ ഉമ്മാന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞമ്മള് ഇന്ന് കുറെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാപ്പ അനുവാദം തന്നാ ഞമ്മള് കൊണ്ടേ കൊടുക്കാം. കൊടുക്കുന്നതിനൊന്നും നമുക്ക് വിരോധമില്ല മോളെ. പക്ഷെങ്കിൽ അവനെ ഒരു കടുവായ കൂട്ടിലടച്ചിട്ടുണ്ട്. അവന് മാത്രം കൊടുക്കരുത്. ഇല്ല പാപ്പ. 1 2 3 4 5 6 7 8 9 11. 9 കഴിഞ്ഞാ 11 10 എവിടെ? 10. അങ്ങോട്ട് നോക്ക്. ആ പട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ ആവോളം ശിക്ഷിച്ചില്ലേ? കുഞ്ഞെ, അവന്റെ ശിക്ഷ മരണം കൊണ്ടേ അവസാനിക്കൂ. അവനോടെ കിടന്നോട്ടെ. ഇല്ല മൂപ്പ, പെരുന്നാളായിട്ട് ഒരാളെ മാത്രം പട്ടിണി കിടന്നത് പാവല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഇന്ന് പെരുന്നാളാണ്. പണ്ടൊരു പെരുന്നാളിനാണ് ഞമ്മള് കാരണം ഇങ്ങളെ താവളത്തിലകപ്പെട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണേന്നാണ് ഞമ്മൾ എപ്പോഴും പടച്ചവനോട് അപേക്ഷിക്കണത്. ഇന്നും പെരുന്നാൾ വന്നപ്പോ ഇങ്ങളെ ഒരു നോക്ക് കാണാതിരിക്കാൻ കഴിയാത്തോണ്ടാണ് ഞമ്മൾ ഇവിടെ വന്നത്. എത്രയും വേഗം ഈ കോട്ട വിട്ട് പുറത്തു ചാടാൻ പടച്ചവൻ നിങ്ങൾക്ക് ശക്തി തരട്ടെ. സൈനബ. ഇബ്രാഹിം മുതലാളിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പണമേൽപ്പിക്കാരെ കൊണ്ട് വന്നതാണേ. ഇരിക്കണം. സർവാധികാരി അംഗത്തിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള വിവരക്കേടൊന്നും ഞമ്മക്കില്ലേ? തിരുവിതാംകൂർ മണ്ണിലെ പ്രഭുക്കന്മാരിൽ ബുദ്ധിശാലിയായ ഒരു കുറുക്കനാണ് ഇബ്രാഹിം, അല്ലേ? കുറുക്കനെന്ന് വിളിച്ചാലും കൊരങ്ങനെന്ന് വിളിച്ചാലും ഞമ്മക്ക് യാതൊരു വിരോധമില്ല. അടിമത്താവളത്തിന്റെ പുസ്തകം അടുത്ത ആണ്ടിലും ഞമ്മക്ക് തന്നെ കിട്ടണം. എന്റെ തലേന്ന് സർവാധികാരിയുടെ തൊപ്പി പോകുന്നത് വരെ ഇബ്രാഹിം ഭയപ്പെടേണ്ടതേയില്ല. ഈ തൊപ്പി ധരിച്ചാല് പകരം ബലവാത്തൊപ്പി ഏറുമെന്നാണ് ഞമ്മൾ അറിഞ്ഞത്. ഇബ്രാഹിമിന്റെ അറിവൊന്നും തെറ്റല്ല. പക്ഷേ കമ്പനി സാഹിബ് കണ്ണു തുറന്നാലേ എനിക്ക് ദളവാപ്പട്ടം കിട്ടൂ. ഏത് ചെയ്താനാണ് ഇപ്പൊ വന്നിരിക്കുന്ന സാഹിബ്? ഒരു കേണൽ മെക്കൻഡ്രോ. വന്നിട്ടൊരാഴ്ചയേ ആയുള്ളൂ. പക്ഷേ അടിമക്കച്ചവടം നിർത്തൽ ചെയ്യണമെന്നാ അയാൾ പൊന്നുതമ്പുരാൻ ഉപദേശിച്ചിരിക്കുന്നത്. അല്ലോ, വിവരം കെട്ടവൻ നമ്മുടെ പറ്റി തെളിക്കുക. ഇബ്രാഹിം പേടിക്കാതെ. നമ്മൾ ഇതുപോലെ എത്രയോ സായിപ്പന്മാരെ കണ്ടവരാ.
അഗ്രശാലയിലെ തടിമിടുക്കുള്ള 2 അടിച്ചുകളിക്കാരെ കണ്ടാ മതി സായിപ്പിന്റെ മറ്റുമാർ. പിറ്റേന്ന് വൈസ്രോയ്ക്ക് എഴുതും, അടിമക്കച്ചവടം കൊണ്ട് ഈ നാട് നന്നാവൂ എന്ന്. ഓനെ അടിമക്കണ്ണി ഇതായി കഴിക്കൂ. വേണ്ട. എത്ര ദിവസമായി നീ വല്ലതും കഴിച്ചിട്ട്? എടാ, ആരാടാ പറഞ്ഞത് ഇവന് ചോറ് കൊണ്ടുപോയി കൊടുക്കാൻ? ആരും പറഞ്ഞിട്ടില്ല, ഇതെന്റെ ചോറാണ്. അടിമക്കണ്ട് പട്ടിണി കിടക്കുന്നത് ഞങ്ങൾ കാരണമാണ്. രക്ഷപ്പെട്ടാൽ ഇബ്രാഹിം മുതലാളി നമ്മളെ കൊല്ലും. പിടിച്ചവനെ. നീ ആരാടാ പല്ലക്ക് നിർത്തിക്കാൻ? നിന്നെയൊക്കെ പോലെ ഒരു അടിമയാണോ നമ്മളും? ഞങ്ങൾ അടിമകളല്ല. അടിമ എല്ലാഞ്ഞിട്ടാണോ മനുഷ്യനെ നോക്കണോ? നോക്ക്, ഈ ദുര്യാവില് അടിമയാക്കണവനെയും അടിമയാവണവനെയും മണ്ണോട് മണ്ണാക്കാനാണ് നമ്മൾ അടിമത്താവളത്തിൽ നിന്ന് പുറത്തു ചാടിയത്. മാറില്ല. ഈ പല്ലക്ക് സുമന്നുണ്ട് ഒരു അടിമപ്പോട് വയ്ക്കാൻ നീ ഒന്ന് വിചാരിക്കണ്ട. ആരാണ് പല്ലക്കിനുള്ളില്? ഞാനാ. പല്ലക്കിൽ വന്നത് ഒരു പെണ്ണാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. പെണ്ണ് മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ലേ? പെണ്ണിനെ ചുമന്നാലും മനുഷ്യൻ മനുഷ്യനെ ചുമക്കുന്നതാവില്ലേ? ഞമ്മക്ക് അബദ്ധം പറ്റിപ്പോയി, മാപ്പ് തരണം. അബദ്ധം പറ്റിയിരിക്കുന്നത് എനിക്കാണ്. വലിയ നീതിമാനായിട്ടല്ലേ പല്ലക്കുകാരെ തല്ലി ഓടിച്ചത്? അതിനാണല്ല നമ്മൾ മാപ്പ് ചോദിച്ചത്. മാപ്പ് ചോദിച്ചാൽ എന്റെ കാര്യം നടക്കുമോ? എനിക്ക് റെസിഡൻസ് സായുവിന്റെ ബംഗ്ലാവിലെത്തണം. നേരെ ഇരുട്ടാറായി. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവും? വിരോധമില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവിടാം. നിങ്ങളോ? അതെ, അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്തു പോയത് തെറ്റാണ്. നിങ്ങളെ എത്തേണ്ട അടുത്ത് എത്തിച്ചാലേ നമ്മുടെ മനസ്സാക്ഷി നമുക്ക് മാപ്പ് തരൂ. കൂടെ വരാൻ ധൈര്യമില്ലേ? നമ്മൾ സത്യമുള്ള ഇസ്ലാമാണ്. സത്യമുള്ളവൻ മാത്രമല്ല,
മിടുക്കനുമാണ്. വരൂ. നമ്മുടെ താവളത്തിയിട്ട് ഇതുവരെ ഒരടിമയും പുറത്ത് ചാടിയിട്ടില്ല. ഓന് എന്ത് ചെയ്യാനും പഠിക്കാത്തവരാണ്. ഇബ്രാഹിം ഭയപ്പെടാതെ അടിമക്കൺ അതിർത്തോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഉടനെ ചെയ്യാം. ഞങ്ങളെ രക്ഷിക്കണം. എന്താടാ? ദേവമയം കൊണ്ട് പോകുന്ന വഴിക്ക് തടവുചാടി വന്ന അടിമ ഞങ്ങളെല്ലാം തല്ലി ഓടിച്ചു. അടിമക്കണ്ണ് തന്നെയായിരിക്കും. ദേവമ്മയുടെ കൂടെ മറ്റാരുണ്ടായിരുന്നില്ലേ? ഇല്ലേ, പക്കമേളക്കാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുചെല്ലേണ്ടെന്ന് പിന്നീട് സാഹിബിന്റെ അറിയിപ്പ് വന്നു. അതുകൊണ്ടാണ് ദേവമ്മ കൊച്ചമ്മയും കൊണ്ട് ഞങ്ങൾ തിരിച്ചത്. അതൊക്കെ പോട്ടെ, ആ അടിമ എവിടേക്കാണ് പോയത്? അവനും ദേവമ്മ കൊച്ചുകൂടെ കൂടെ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് പോയി. ബംഗ്ലാവിലേക്കോ? Your dance was fantastic, Devamma. Congratulations. ദേവമ്മയ്ക്ക് ഒരു പ്രസന്റേഷൻ തരാൻ സാഹിബ് ആശിക്കുന്നു. Please come. Please come. Mr. Lawrence. Yes? Wait. Come on. ദേവമ്മ ഇരിക്കൂ. Please. Please sit down. നാട്യക്കാരിക്ക് നാണമുണ്ടോ? ദേവമ്മ, you are one of the great beauties. കൊട്ടാരത്തിൽ എന്റെ പേര് പരാതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ താൻ വിളിച്ചിടത്തേക്ക് ഞാൻ വന്നത്. തന്റെ സമ്മാനമൊന്നും എനിക്ക് വേണ്ട. ഞാൻ പോകുന്നു. Come on, ദേവമ്മ. Hold on, I will hold you. ഇതെന്ത് പറ്റി? ഇതാരാ? ശബ്ദം ഉണ്ടാക്കരുത്. അടിമക്കണ്ണ് എന്റെ മാനവും ജീവനും രക്ഷിച്ച ആളാണ്. അകത്തേക്ക് കൊണ്ടുപോവാം. കുറച്ചുകൂടെ എടുക്കും.